കോഴിക്കോട് വടകരയിൽ SIയുടെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് പ്രതി. വില്യാപ്പള്ളിയിൽ യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ പ്രതി സജീഷ് കുമാറാണ് പോലീസിനെ മർദ്ദിച്ചത്. ആ ദൃശ്യങ്ങളിലേക്ക് നിഖിൽ പ്രമേശാണ് ചേരുന്നത് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. നിഖിൽ, ഇതിപ്പോൾ ഇയാൾ യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, അതിനുശേഷം ഇപ്പോൾ പോലീസിനെതിരെയും അക്രമം. തീർച്ചയായിട്ടും സ്മിത, നമ്മൾ സത്യത്തിൽ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ നടുങ്ങിപ്പോയി. കാരണം ഒരു പ്രതി ഇങ്ങനെ പട്ടാപ്പകൽ, അതായത് ഉച്ചയ്ക്ക് 3 മണിയോട് കൂടിയാണ് ഈ സംഭവം. 28-കാരിയും കുഞ്ഞും 3 വയസ്സുള്ള കുഞ്ഞും ആശുപത്രിയിലേക്ക് പോകുന്നതിന് വേണ്ടി ഓട്ടോയിൽ കയറുന്നു. ആ ഓട്ടോയിൽ വെച്ച് ഈ ഡ്രൈവർ അവരോട് അപമര്യാദയായി പെരുമാറുന്നു. അവരെ മറ്റൊരു വഴിയിലൂടെ കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നു. തുടർന്ന് ഇവരെ ഇറക്കി വിട്ട് അവിടെ നിന്ന് കടന്നു കളയുന്നു. പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഓട്ടോയുടെ നമ്പർ അടക്കമാണ് യുവതി പരാതി നൽകിയത്. ഇതേ തുടർന്ന് കണ്ണൂരിലെ ഇയാളുടെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്തിയപ്പോഴാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഇയാൾ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 3ഓളം പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. SIയുടെ തലക്കടിച്ചാണ് ഇയാൾ പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റൊരു ASIയെ ഇയാൾ കടിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വളരെ ശ്രമകരമായാണ് ഈ പ്രതിയെ ബലം പ്രയോഗിച്ചൊരുവിൽ പോലീസിന് കീഴടക്കേണ്ടി വന്നു. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പ്രതിയാണ് ഇപ്പോൾ പോലീസിനെ ആക്രമിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന്.